Okay, welcome back. Now come to question number 48. 48ാമത്തെ ചോദ്യം. ഇതാണ് 48ാമത്തെ ചോദ്യം. I1 equals minus 100 to 101. That കുറച്ച് ലെങ്തിയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയത്. I2 equals this. What is I1 by I2 എന്ന ചോദ്യം. I1 by I2യുടെ വാല്യൂ എന്താണെന്ന ചോദ്യം. ഇവിടെ നിങ്ങൾ ഈ റിസൾട്ടാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ പണ്ട് ഈ റിസൾട്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. A to B f of x dx is equal to integral A to B f of A plus B minus x dx. You apply that result. Integration integral A to B f of x dx. ആ റിസൾട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ A plus B നോക്കൂ, A plus B I1 തുടങ്ങാം. We will start like I1. What is A plus B? Minus 100 plus 101. 1 minus x. അപ്പം A plus B minus x പറഞ്ഞാൽ എന്താ? Integral of. It is integral of minus 100 to 101. നന്നായി ശ്രദ്ധിക്കാം. dx divided by ഈ എക്സിന് പകരം, ഇവിടുത്തെ ഈ എക്സിന് പകരം എന്ത് കൊടുക്കണം? 1 minus x കൊടുക്കണം. Instead of x you put 1 minus x. അതാണ് ഈ റൂൾ പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് എക്സ് യു ക്യാൻ പുട്ട് എ പ്ലസ് ബി മൈനസ് എക്സ് ആണ്. അപ്പോൾ എ പ്ലസ് ബി പറഞ്ഞാൽ അവിടെ 1 ആണ്. അപ്പോൾ 1 മൈനസ് എക്സ് കൊടുക്കാം. നോക്കൂ, 5 plus 2x minus 2x സ്ക്വയറിൽ എക്സിന് പകരം 1 മൈനസ് എക്സ് കൊടുത്താൽ അത് തന്നെയാണ്. ഞാനത് ലെങ്തി ആയിട്ട് പറഞ്ഞതാണ്, അത് എഴുതാൻ സമയം എടുക്കും. അതുകൊണ്ടാണ് 5 plus 2x minus 2x സ്ക്വയറിന് പകരം എക്സിന് പകരം 1 മൈനസ് എക്സ് കൊടുത്ത് നോക്കൂ. സിംപ്ലിഫൈ ചെയ്താൽ അത് തന്നെ കിട്ടും. ഇവിടെ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് എക്സിന് പകരം 1 മൈനസ് എക്സ് യു വിൽ ഗെറ്റ് ദ സെയിം, നോ ചേഞ്ച്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ എഴുതുന്നത് വിചാരിക്കുക. അപ്പോൾ ഇത് 5 plus 2x minus 2x സ്ക്വയർ തന്നെയാണ്. ഇൻ ടു നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 പ്ലസ് അതെന്താവും നോക്കുക, e raised to 2 minus 4x. ഒന്ന് നോക്കുക അതെന്താവും നോക്കുക, e raised to 2 minus 4x. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും നിങ്ങൾ. e raised to 2 minus 4 into 1 minus x. എന്താ കിട്ടുക ഒന്ന് നോക്കൂ, വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇറ്റ് ഇസ് ഇ റേസ് ടു 2 മൈനസ് 4, ഇറ്റ് ഇസ് മൈനസ് 2 പ്ലസ് 4x. ഇസ് ഇറ്റ് ഓക്കെ? മൈനസ് 2 പ്ലസ് 4x. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഇസ് ഇ റേസ് ടു മൈനസ് 2 പ്ലസ് 4x dx. ഇസ് ഇറ്റ് ഓക്കെ? എല്ലാവർക്കും മനസ്സിലായോ? മൈനസ് 2 പ്ലസ് 4x. യു ആർ പുട്ടിങ് ഇൻസ്റ്റെഡ് ഓഫ് എക്സ് യു ആർ പുട്ടിങ് 1 മൈനസ് എക്സ്. ഇവിടെ 1 മൈനസ് എക്സ് കൊടുത്താൽ മാറ്റമില്ല. ഇവിടെ 1 മൈനസ് എക്സ് കൊടുത്താൽ അത് നേരെ തിരിയും. ഇത് ശരിക്കും നെഗറ്റീവ് അല്ലേ? മൈനസ് 2 പ്ലസ് 4x കേട്ടോ, ഇതിൻ്റെ നെഗറ്റീവ് അല്ലേ? യു നോ എക്സ് റേസ് ടു എൻ ഇസ് എക്സ് റേസ് ടു മൈനസ് എൻ, 1 ബൈ എക്സ് റേസ് ടു എൻ. എക്സ് റേസ് ടു മൈനസ് എൻ ഇസ് 1 ബൈ എക്സ് റേസ് ടു എൻ. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? യു ക്യാൻ റൈറ്റ് ദിസ് ആസ് 1 ബൈ ഇ റേസ് ടു 2 മൈനസ് 4x. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി എന്ത് ചെയ്യാം? ഇത് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്തായിട്ടും 1 പ്ലസ് e raised to 2 minus 4x plus 1 divided by e raised, അപ്പോൾ മുകളിൽ വരും e raised to 2 minus 4x. നിങ്ങൾ പോസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കണേ. ദാറ്റ്സ് ഓൾ. 1 ബൈ വരും, അത് LCM എടുക്കുക, അപ്പോൾ താഴത്തെ മുകളിൽ വരും. അപ്പോൾ ദിസ് ഇസ് I1. ഇനി എന്ത് ചെയ്യാം? ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിചാരിക്കാം, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിചാരിക്കാം. ഈ 1ഉം 2ഉം കൂടി ആഡ് ചെയ്യും. വാട്ട് യു ഗെറ്റ്? 1 plus 2. 1 and 2 കൂടി ഒന്ന് ആഡ് ചെയ്യും. വാട്ട് യു ഗെറ്റ്? യു ആഡ് 1 and 2. വാട്ട് യു ഗെറ്റ്? I1 അല്ല, അത് വേണ്ട, 1 2 വേണ്ട, ഇത് 1 ആയിക്കോളും അല്ലേ? ഇത് 1 ആയിക്കോളും. ദിസ് ഇസ് 1. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇത് 1 2 അല്ല, ദിസ് ഇസ് 1 ആൻഡ് ദിസ് ഇസ് 2. സോറി, ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിക്കോളും, ഇത് ഇക്വേഷൻ നമ്പർ 2 ആയി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. വാട്ട് യു ഗെറ്റ്? രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 1 plus 2. വാട്ട് യു ഗെറ്റ്? 2I1 is equal to എന്താ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. 2I1 is equal to സെയിം ഡിനോമിനേറ്റർ ആണ് കണ്ടോ? ഇതിന് ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ്. ഇൻറ്റഗ്രൽ ഓഫ് മൈനസ് 100 to 101. ഡിനോമിനേറ്റർ സെയിം തന്നെ. വാട്ട് ഇസ് ദാറ്റ്? 5 plus this into this. 5 plus 2x minus 2x square. ഇതെന്താണ്? e raised to 1 plus എഴുതിക്കോളൂ. 1 plus e raised to 2 minus 4x. ന്യൂമറേറ്റർ എന്താ? ഇവിടെ 1 ആണ്, ഇവിടെ e raised to 2 minus. അപ്പോൾ 1 plus
e raised to 2 minus 4x dx. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആവുന്ന, ഇത് രണ്ടും ക്യാൻസൽ ആവും. അപ്പോൾ വാട്ട് ഇസ് ദാറ്റ്? 2i1 എന്ന് പറയുന്നത് -100 to 101 അതല്ലേ, i2 അല്ലേ? അപ്പോൾ ദിസ് ഇസ് i2. ദാറ്റ്സ് ഓൾ. Therefore what's the choice? i1 by i2 എന്താണ് ചോദ്യം? i1 by i2 എന്തായിരിക്കും? 1/2. ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോവാം. ഇറ്റ് ഇസ് 1/2. അല്ലെങ്കിൽ i2 by i1 will be 2. i1 by i2 ആണ്, i2 by i1 ആണ്. എന്താ ചോദ്യം? i1 by i2 is equal to 1/2. A is answer. നമുക്ക് 49ാമത്തെ ചോദ്യം നോക്കാം. 49ാമത്തെ ചോദ്യം ഇതാണ്. ഇവിടെ റൂട്ട് എക്സ്, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ റൂട്ട് എക്സ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? മിക്കവാറും 99% ഓഫ് ദ കേസിൽ എന്താ ചെയ്യേണ്ടത് അറിയാം? റൂട്ട് എക്സിന് ടി കൊടുക്കാം. റൂട്ട് എക്സ്, പുട്ട് റൂട്ട് എക്സ് ഈക്വൽസ് ടി. അപ്പം എക്സ് വിൽ ബി ടി സ്ക്വയർ ഓർ ഡി എക്സ് വിൽ ബി 2t dt. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇറ്റ് ഇസ് ഇൻ്റഗ്രൽ ഓഫ് e raised to t by t into t square plus t dt, 2t dt. ശരിയല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ദാറ്റ്സ് ഓൾ. ഈ ടിയും വെട്ടി. അപ്പം ദിസ് ഇസ് ഇൻ്റഗ്രൽ ഓഫ് e raised to t into t square plus 2t square plus 2t dt. 2t square plus 2t dt. ക്ലിയർ അല്ലേ? ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാൽ നല്ലതാണ്. നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. e raised to x into f of x plus f dash x. ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. e raised to x into f of x plus f dash x is e raised to x f of x plus c. e raised to x f of x plus c. അപ്പോൾ ഇവിടെ വെറും ടി സ്ക്വയർ ആയിരുന്നെങ്കിൽ, ഇങ്ങനെയായിരുന്നെങ്കിൽ ഇതിൻ്റെ ആൻസർ കഴിഞ്ഞു. കാരണം ഇതിന് ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്യാം നേരിട്ട്. അപ്പം ഞാൻ ഇവിടെ എങ്ങനെയാണെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായാൽ പോരെ, ഒരാളും കൂടി ഉണ്ടായാൽ പോരെ. ഇവിടെ 2t സ്ക്വയർ ആണ് വേണ്ടിയിരുന്നത്, ഇവിടെ 2t സ്ക്വയർ ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പം ഞാൻ വെറും ടി സ്ക്വയർ ആയ ഒരു ടി സ്ക്വയർ e raised to t എക്സ്ട്രാ എഴുതിയാൽ പോരെ, പ്ലസ് ടി സ്ക്വയർ e raised to t dt. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടി. വാട്ട് ഇസ് ദ ആൻസർ ഫോർ ദിസ്? ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് 2t. എഫ് ഓഫ് എക്സ് ഇതാണെങ്കിൽ എഫ് ഡാഷ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എഫ് ഡാഷ് എക്സ് ആണ്. ആൻസർ എന്താ? e raised to x എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? e raised to x e raised to t into t സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ ഇൻ്റഗ്രൽ, അതായത് ഇതിൻ്റെ ഇൻ്റഗ്രൽ. e raised to t into t സ്ക്വയർ. ഇറ്റ് ഈസ് e raised to t into t സ്ക്വയർ. e raised to x f of x പ്ലസ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ into integral of second minus integral of derivative of the first into integral of second. അത് വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്ത ആൻസർ ആയി. അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? ഇറ്റ് ഈസ് 2t സ്ക്വയർ e raised to t minus 2 into first function into integral of second minus integral of derivative of the first into integral of second dt. Answer will be 2t square e raised to t minus 2t e raised to t plus 2 e raised to t plus c. അതിൽ ടി സ്ക്വയറിന് പകരം എക്സ് കൊടുക്കുക, ഇ റേസ് ടു ടിക്ക് പകരം ഇ റേസ് ടു ടി കൊടുക്കുക. അപ്പോൾ ആൻസർ വിൽ ബി ഇ റേസ് ടു റൂട്ട് എക്സ് ഇൻറ്റു 2 എല്ലാറ്റിലും ഉണ്ടോ 2 ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ് ഇൻറ്റു എക്സ് വരും ഇവിടെ, പിന്നെ മൈനസ് റൂട്ട് എക്സ് വരും, പിന്നെ പ്ലസ് 1 വരും, പ്ലസ് സി. ഇത് ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. 2e power x x minus root x plus 1. A is answer. Okay, go to question number 50. E raised to x into x plus sin x by 1 plus cos x dx. ഇത് ഈ ഫോർമുലയാണ്. E raised to x into f of x plus f dash x. You know the value of this. E raised to x into f of x plus f dash x in the value in the, it is e raised to x f of x plus c. E raised to x into f of x plus c.
അല്ലേ? അപ്പോൾ the value will be ഇതേപോലെ ചെയ്യാം. What you get? It is integral of e raised to x into x plus sin x. It is x plus sin x ന് പകരം എന്ത് എഴുതാം? 2 sin x by 2 cos x by 2 divided by 2 cos square x by 2 dx. എഴുതാലോ? ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാം. This is e raised to x into എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഹാഫ് e raised to x into half cos square x by 2 plus ഇവിടെ x ഇല്ല കേട്ടോ. This is 1. അപ്പോൾ ഹാഫ് കോസ് സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് e raised to x into 1 plus sin x by 1 plus cos x ആണ്. സോറി, അത് തെറ്റിപ്പോയതാണ്, പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. 1 plus sin x by 1 plus cos x dx. It is 1 plus 2 sin x by 2 cos x by 2 by 2 cos square x by 2. But this is tan x by 2 dx. അല്ല, half secant square x by 2. 1 by cos square x by 2 secant square x by 2. ഇത് നോക്കൂ, tan x by 2ൻ്റെ ഡെറിവേറ്റീവ് അല്ലേ half secant square x by 2 അല്ലേ? അപ്പോൾ ആൻസർ വിൽ ബി, ഇത് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇത് എഫ് ഡാറ്റ് എക്സ് ആണ്. അപ്പോൾ ആൻസർ വിൽ ബി e raised to x tan x by 2 plus c. This is answer, e raised to x tan x by 2 plus c. Okay, we'll go to question number 51. 51ാമത്തെ ചോദ്യം നോക്കാം. 51ാമത്തെ ചോദ്യം ഇതാണ്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ e power x by 1 plus e power x. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ e power x by 1 plus e power x. I1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. You are given the value of I1. I1 as integral of f of minus a to f of plus a. It is into x into g of x into 1 minus x dx. പിന്നെ I2 തന്നിട്ടുണ്ട്. What is the value of I2 തന്നിട്ടുണ്ട്? It is f of minus 1 minus a to f of a g of x into 1 minus x dx. അങ്ങനെയാണെങ്കിൽ I2 by I1 എന്താണെന്ന ചോദ്യം. ഇതിലെ കാര്യം ഇതാണ്, എഫ് ഓഫ് എക്സിൻ്റെ പ്രോപ്പർട്ടീന് മുകളിലാണ് പിടുത്തം. നോക്കൂ, ഈ എഫ് ഓഫ് എക്സിൻ്റെ കൺസെപ്റ്റ് ഈ ഇവിടെ അല്ലേ വരുന്നത്, ലിമിറ്റ്സിലല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് മൈനസ് എ ഒന്ന് ചെയ്തു നോക്കാം. ഇത് ആക്ച്വലി ഈ പ്രോബ്ലം മുഴുവനും ക്ലിക്ക് ചെയ്യണ ഈ പ്രോപ്പർട്ടിയിലാണ്. ഏത് പ്രോപ്പർട്ടി ഓർമ്മയുണ്ടോ? ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസിക്കൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ്. ഈ പ്രോപ്പർട്ടിയിലാണ് അത് കിടക്കുന്നത്. ഓക്കെ, നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്താ കിട്ടുക നോക്കാം. എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് മൈനസ് എ കൂട്ടിയാൽ എന്താ കിട്ടുക നോക്കാം. ഇതിൽ കൊടുക്കാം e raised to minus a divided by 1 plus e raised to minus a. എക്സിന് പകരം മൈനസ് എ കൊടുക്കാം, സോറി എക്സിന് പകരം എ കൊടുക്കാം. ഇതാണല്ലോ എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് മൈനസ് എ, എക്സിന് പകരം മൈനസ് എ കൊടുക്കാം. അപ്പോൾ എന്താ കിട്ടുക? e raised to minus a divided by 1 plus e raised to minus a. അത് സിംപ്ലിഫൈ ചെയ്യാം. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ. ഇത് പോസ് ചെയ്തിട്ട് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യണേ. ഇറ്റ് ഇസ് e raised to a by 1 plus e raised to a plus ഇത് 1 by e raised to a ആണ്, ഇത് 1 plus 1 by e raised to a ആണ്. സിംപ്ലിഫൈ ദാറ്റ് യു വിൽ ഗെറ്റ് 1 by 1 plus e raised to a. ഇത് e raised to a plus 1 by 1 plus e raised to a ആണ്. ദ വാല്യൂ ഈസ് 1. അപ്പം ഇതാണ് ഈ ചോദ്യത്തിൻ്റെ പിടുത്തം. എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് മൈനസ് എയുടെ വാല്യൂ എന്താ? 1. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് മുമ്പേ 101 to -100 ചെയ്ത് ഓർക്കണ്ടോ? -1 വെച്ചാൽ ആഡ് ചെയ്താൽ -101ഉം -100ഉം ആഡ് ചെയ്താൽ 1 കിട്ടും. എന്നിട്ട് ഇവിടെ നമ്മൾ എക്സിന് പകരം 1 - x കൊടുത്തു. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ആലോചിച്ചാൽ മതി.
അപ്പോൾ യു സ്റ്റാർട്ട് ഫ്രം I2 എന്ന് തുടങ്ങാം. വാട്ട് ഇസ് I2 ഈക്വൽസ്? I2ൻ്റെ വാല്യൂ എന്താ? I2 I1 തുടങ്ങാം. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് I1 തുടങ്ങാം. I1ൻ്റെ വാല്യൂ എന്താ? ഇൻറ്റഗ്രൽ ഓഫ് f of minus a to f of a. എന്നിട്ട് ഈ എക്സിന് പകരം യു ക്യാൻ റീപ്ലേസ് എക്സ് വിത്ത് ദിസ് പ്ലസ് ദിസ് മൈനസ് എക്സ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. അപ്പോൾ എക്സിന് പകരം എന്ത് റീപ്ലേസ് ചെയ്യാം? 1 മൈനസ് എക്സ് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എക്സിന് പകരം 1 മൈനസ് എക്സ് റീപ്ലേസ് ചെയ്യാം. ഇറ്റ് ഈസ് 1 മൈനസ് എക്സ് ഇൻറ്റു, നമുക്കിത് മായ്ച്ചു കളയാം, ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ് 1 ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത് ആവശ്യമില്ല. അപ്പോൾ ഈ ബോക്സ് മാത്രം അവിടെ വെക്കാം. അപ്പോൾ ഇറ്റ് ഈസ് എക്സിന് പകരം 1 മൈനസ് എക്സ് വയ്ക്കുക. യു ആർ റീപ്ലേസിങ് എക്സ് വിത്ത് 1 മൈനസ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സിന് പകരം 1 മൈനസ് എക്സ് വയ്ക്കുക. ഇവിടെ 1 മൈനസ് എക്സ് വരും. അപ്പോൾ എക്സ് തന്നെയാവും. അപ്പോൾ 1 മൈനസ് എക്സ് ഇൻറ്റു എക്സ് ആവും. ഞാനത് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് തന്നെ എഴുതുന്നു, ഡി എക്സ്. ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഇറ്റ് ഇസ് 1 ഇൻറ്റു ദിസ് മൈനസ് എക്സ് ഇൻറ്റു ദിസ് കൂടെ. അപ്പോൾ ദിസ് ഇസ് ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഓഫ് മൈനസ് എ ടു എഫ് ഓഫ് എ. 1 into this, it is g of x into 1 minus x minus integral of f of minus a to f of a എന്താ വരിക? x into g of x into 1 minus x. അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇതിൻ്റെ വാല്യൂ എന്താ? ദിസ് ഇസ് I1. ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം, ഇറ്റ് ഇസ് I2. ഇതിൻ്റെ വാല്യൂ എന്താ? I1. This is I2 minus I1. But what you get is, what you get? I1 equals I2 minus I1. അപ്പോൾ 2I1 ആണ് I2. നമ്മുടെ ചോദിച്ചത് I2 by I1 ആണ്. What is I2 by I1? It will be 2. 2 is answer. 2 എന്നുള്ള ആൻസർ ഉണ്ടോ? ശരിയാണ്. B is answer. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 51ൻ്റെ ആൻസർ ബി. Now go to question number 52. 52 questions ആണ്. Integral of 0 to 1 ln 1 plus x by 1 plus x squared dx. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 52. ഇതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ബോർഡിനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. You put x equals tan theta. ഇത് I1 ആണെന്ന് ചോദിച്ചോളൂ. Take it as I. Put x equals tan theta. അപ്പോൾ dx എന്താവും? It is secant square theta d theta. ലിമിറ്റ് x 0 ആകുമ്പം തീറ്റ 0 ആവും. x 1 ആകുമ്പം തീറ്റ എന്താവും? ടാൻ തീറ്റ 1 ആവും. തീറ്റ π/4 ആവും. What is I1? What is I? I will be equal to integral 0 to π/4 ln 1 plus tan theta divided by എക്സിന് പകരം ടാൻ തീറ്റ കൊടുക്കുകയാണ്. അപ്പോൾ എക്സിന് പകരം ടാൻ തീറ്റ കൊടുക്കുക. 1 plus tan square theta into dxന് പകരം secant square theta d theta. അപ്പോൾ ഈ secant square theta 1 plus tan square theta വെട്ടിപ്പോകും. because 1 plus tan square theta is secant square theta. അപ്പോൾ what you get is I is equal to integral 0 to π/4 log 1 plus tan theta d theta. അപ്പോൾ ഇതാണ് ചോദ്യം എന്ന് വിചാരിച്ചോ. ഇനി യൂസ് ദിസ് ആപ്ലിക്കേഷൻ പ്രോപ്പർട്ടി 0 to a f of x dx, 0 to a f of a minus x dx. ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഇൻ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ആണ്. അപ്പോൾ ഇവിടെ എക്സ് തീറ്റയ്ക്ക് പകരം π/4 മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആ പ്രോപ്പർട്ടി പ്രകാരം. അപ്പോൾ എന്താ വരിക? 0 to π/4 ln 1 plus tan π/4 minus theta d theta. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യണം. ഇത് പോസ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യണം. യു നോ ടാൻ π/4 മൈനസ് theta is 1 minus tan theta by 1 plus tan theta. അപ്പോൾ യു ഗെറ്റ് 1 plus 1 minus tan theta by 1 plus tan theta. അത് സിംപ്ലിഫൈ ചെയ്താൽ
you will be getting like this. അത് നിങ്ങൾ സിംപ്ലിഫൈ ആണേ, log 2/1 plus tan theta. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ആണ്, tan of pi/4 minus theta സിംപ്ലിഫൈ ആണ്. അപ്പോൾ this is equation number 1 and this is equation number 2. രണ്ടും കൂടി ആഡ് ചെയ്യാം. 1ഉം 2ഉം കൂടി ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 1 plus 2 gives 2i equals integral 0 to pi/4. നോക്കൂ, log 1 plus tan theta. ഇവിടെ log 2 minus log 1 plus tan theta ആണ്. ഇനി log m minus log m minus log. അപ്പോൾ ആഡ് ചെയ്താൽ log 1 plus tan theta cancel ആവും. Answer will be log 2 d theta. What is log 2 d theta? Log 2 can be taken outside into d theta. It is pi/4. But 2i ആണ്, log 2 pi/4. What is the value of I? It is pi/8 log 2. Pi/8 log 2. Okay. That is question number 52. Now go to question number 53. 53 എന്താ പറയുന്നത്? f of x is a polynomial of degree 4. f of x is a polynomial of degree 4. Degree 4 ആയിട്ടുള്ള polynomial ആണ്. With extremum values x equals 1 and x equals 2. If limit x tends to 0, f of x by x square is 3, what is the value of f of 2? ഇത് പഴയ ഒരു JEE മെയിൻസ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. f of x is a polynomial of degree 4. Has extremum values at x equals 1 and x equals 2. നമുക്ക് polynomial of degree 4 ആകുമ്പോൾ ഇങ്ങനെ വിചാരിക്കാം. It is ax raised to 4 plus bx cube plus cx square plus dx plus e. അങ്ങനെ വിചാരിച്ചോളൂ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ല, ഫോർത്ത് ഡിഗ്രി പോളിനോമിയൽ. ജനറലായിട്ട് അങ്ങനെ വിചാരിച്ചുകൊണ്ട് തകരാറൊന്നുമില്ല. ഹാസ് എക്സ്ട്രീമം വാല്യൂസ് എക്സ് ഈക്വൽസ് 1 ആൻഡ് എക്സ് ഈക്വൽസ് 2. എക്സ്ട്രീമം വാല്യൂസ് എക്സ് ഈക്വൽസ് 1 ആൻഡ് എക്സ് ഈക്വൽസ് 2 പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സ്ട്രീമം വാല്യൂസ് പറഞ്ഞാൽ ക്യാൻ ബി മാക്സിമം ഓർ മിനിമം. അപ്പോൾ f'1ഉം 0 ആണ്, f'2ഉം 0 ആണ്. f'1ഉം 0 ആണ്, f'2ഉം 0 ആണ്. പിന്നെ തന്നിട്ടുണ്ട് ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എഫ് ഓഫ് എക്സ് ബൈ എക്സ് സ്ക്വയർ. ഇത് 3 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് 3 ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ബൈ എക്സ് ക്യൂബ്. എക്സ് ക്യൂബ് ആണ്, എക്സ് സ്ക്വയർ ആണ്, എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 പോയി, അപ്പോൾ 2 ആയി. അപ്പോൾ ദിസ് ഇസ് ഗിവൺ. ലിമിറ്റ് എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സ് ബൈ എക്സ് സ്ക്വയർ 2 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ എക്സിന് പകരം നോക്കൂ, ഇവിടെ 2 ആയതുകൊണ്ട്, പ്ലീസ് ലിസൺ ദിസ് പ്രോപ്പർലി, ഇതിവിടെ 2 ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പം ഇത് 0 ആവും. ഇത് 0ലേക്ക് ടെൻഡ് ചെയ്യും. ഇത് എഫ് ഓഫ് 0 ആവും. ഈ എഫ് ഓഫ് 0 0 അല്ലെങ്കിൽ, എഫ് ഓഫ് 0 0 അല്ലായിരുന്നുവെങ്കിൽ, എഫ് ഓഫ് 0 0 അല്ലായിരുന്നുവെങ്കിൽ, പക്ഷേ എഫ് ഓഫ് 0 0ലേക്ക് ടെൻഡ് ചെയ്യില്ലായിരുന്നുവെങ്കിൽ, എഫ് ഓഫ് 0 0 അല്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? എഫ് ഓഫ് 0 0ലേക്ക് പോകുന്നില്ലെങ്കിൽ ഇതെന്താവും? താഴെ 0ലേക്ക് പോകും. അപ്പോൾ മുകളിലൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്, ഡിവൈഡഡ് ബൈ 0, ഇൻഫിനിറ്റി ആവും. അപ്പോൾ ഇവിടെ 2 ആയതുകൊണ്ട് തീർച്ചയായിട്ടും എഫ് ഓഫ് 0 എന്താവണം? 0 ആവണം. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ഐഡിയ. എഫ് ഓഫ് 0 അല്ലായിരുന്നെങ്കിൽ ഇറ്റ്സ് എ ഫൈനൈറ്റ് വാല്യൂ ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ ഇത് 2 ആവില്ല. കാരണം എന്താ? താഴെ 0 ആകുമ്പം സംഗതി ഇതിലേക്ക് പോകും, ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ എഫ് ഓഫ് 0 ഷുഡ് ബി 0. അപ്പോൾ എഫ് ഓഫ് 0 ആവണമെങ്കിൽ തീർച്ചയായിട്ടും ഇ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഡി എക്സ് ആയി. അപ്പോൾ ഈ ഒരു തീരുമാനമായി, ഇ വിൽ ബി 0. കാരണം എഫ് ഓഫ് 0 ആണെങ്കിൽ അവസാനം ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവാൻ പാടില്ല. എഫ് ഓഫ് 0 ഷുഡ് ബി 0. അപ്പോൾ ഇറ്റ് വിൽ ബി എഫ് ഓഫ് എക്സ് ഇസ് ലൈക്ക് ദസ്, എ എക്സ് ക്യൂ പ്ലസ് ബി എക്സ് സ്ക്വയർ. ഇതിങ്ങനെ ഇ ഇല്ല, ഡി വരെയുള്ളൂ. അപ്പോൾ അതൊരു കണ്ടുപിടുത്താണ്. നൗ എഫ് ഓഫ് 0 ആയതുകൊണ്ട് നോക്കൂ, 0/0 ഫോമാണിത്. യു ക്യാൻ യൂസ് എൽ ഹോപ്പിറ്റൽ റൂൾ. വാട്ട് ഇസ് എൽ ഹോപ്പിറ്റൽ റൂൾ? മുകളിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, താഴെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ടിൽ യു ഗെറ്റ് എ ഡിഫൈൻഡ് ഫോം എന്നാണ്. അപ്പോൾ മുകളിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വാട്ട് ഇസ് ദാറ്റ്? എഫ് ഡാഷ് എക്സ്. താഴെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 2x. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. നോക്കൂ, സപ്പോസ് യു പുട്ട് എക്സ് ഈക്വൽ 0 ദർ. ഇനിയിപ്പോൾ നോക്കൂ, ഇവിടെ വാട്ട് ഇസ് എഫ് ഡാഷ് എക്സ്? ഇതിൻ്റെ വാല്യൂം 2 ആണ്. ഇതിൻ്റെ വാല്യൂം 2 ആണ്. Now what is f dash x here? ഇവിടെ f dash xൻ്റെ വാല്യൂ എന്താ നോക്കൂ. ലിമിറ്റ് ഓഫ്
എക്സ് ടെൻസ് ടു 0. ഇത് പാസ് ചെയ്തിട്ട് എഫ് ഡാഷ് എക്സ് എഴുതാം നിങ്ങൾ. വാട്ട് ഇസ് എഫ് ഡാഷ് എക്സ്? 4ax³ പ്ലസ് 3 ഇൻറ്റു bx² പ്ലസ് 2 ഇൻറ്റു cx പ്ലസ് d ഡിവൈഡഡ് ബൈ 2x. ഇതാണ് എഫ് ഡാഷ് എക്സ്. അത് തന്നിട്ടുണ്ട് 2 ആണെന്ന്. ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് ദ വാല്യൂ ഇസ് 2. അപ്പോൾ ഇത് 2 ആയതുകൊണ്ട് ശ്രദ്ധിക്കണേ നന്നായിട്ട്. എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പം നോക്കൂ, 4ax³/2x വെട്ടിപ്പോയാൽ മുകളിലാണ് എക്സ് വരിക. 3bx²/x വെട്ടിപ്പോയാൽ മുകളിലാണ് എക്സ് വരിക. അപ്പോൾ ഓൾറെഡി എക്സ് 0ലേക്ക് പോകുമ്പോൾ 0 ആവാനുള്ളതാണ്. പിന്നെ 2cx/2x വെട്ടിപ്പോയാൽ 2c/2c എന്ന് വരാം. d/2x എക്സ് 0ലേക്ക് പോകുമ്പോൾ താഴെയാണ് 0 ആവുക. പ്ലീസ് ലിസൺ ദിസ് പ്രോപ്പർലി. ഇത് ഓട്ടോമാറ്റിക്കലി 0 ആവും, ഇത് 0 ആവും. ഇത് 2cx/2x ആണ്. വാട്ട് ഇസ് 2cx/2x? 2cx/2x. എക്സും എക്സും ക്യാൻസൽ ചെയ്താൽ 2c/2. വാട്ട് ഇസ് 2c/2? c. അപ്പം ആക്ച്വലി ആ സി ആവേണ്ട 3, ആ സി ആവേണ്ട 2. മനസ്സിലാവുണ്ടോ? ഇത് ബൈ ഇത് ചെയ്യുമ്പോൾ മുകളിലാണ് x² വരിക. അപ്പോൾ എക്സ് 0 ടെൻഡ് ചെയ്യുമ്പോൾ x² വിൽ ഗോ ടു 0. അപ്പോൾ ഇത് 0 ആവും. 3bx²/x ഇവിടെ x ആയതുകൊണ്ട് ഇവിടെ മുകളിലാണ് എക്സ് വരിക. അപ്പോൾ എക്സ് 0 ടെൻഡ് ചെയ്യുമ്പോൾ ഇത് 0 ആയിപ്പോൾ. അപ്പോൾ ഇതോ 2cx/2x x വെട്ടിപ്പോയാൽ ബാക്കി എന്താ? 2c അല്ല 2c/2c പ്ലസ് d/2x. ഇനി ഇവിടെ എക്സിന് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പം 0ലേക്ക് ഇതിന് വാല്യൂ 2 ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 ആകുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്? ലിമിറ്റ് എക്സ്റ്റെൻസ് 0 ആകുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്? ഈ ഡി കണ്ടോ, ഡി 0 അല്ലാതെ നിന്നിരുന്നുവെങ്കിൽ എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പം ഇത് എന്തിലേക്ക് പോകും? ഇത് 0ലേക്ക് പോകുമ്പോൾ ഇത് എന്തിലേക്ക് പോകും? ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകാൻ പാടില്ല, കാരണം ആൻസർ 2 ആണ്. ആൻസർ 2 ആയതുകൊണ്ട് ഡി ഷുഡ് ബി 0. ബിഫോർ ലിമിറ്റ് കംസ് ഇൻ ടു ആക്ഷൻ ഡി ഷുഡ് ഗോ വാനിഷ്. ഡി ഷുഡ് ബി 0. അപ്പോൾ ഡി പോകണം. അപ്പോൾ അത് ഡി ഇല്ല. അപ്പോൾ ചിത്രം ഇങ്ങനെ, ദിസ് ഇസ് ദ ഫങ്ഷൻ. ഡി ഇല്ല, അപ്പോൾ ഡി പോയി. വാട്ട് ഷുഡ് ബി ദ വാല്യൂ സി നൗ? സി ഷുഡ് ബി 2. സിയുടെ വാല്യൂ 2 ആവണം. അപ്പോൾ ഇവിടെ 2 ആയി. ഇസ് ഇറ്റ് ക്ലിയർ നൗ? സി ഈക്വൽസ് 2. അപ്പോൾ നമുക്ക് 2 ഐഡിയാസ് കിട്ടി. ഇത് പാസ് ചെയ്തിട്ട് ശ്രദ്ധിക്കണേ, നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ വാട്ട് യു ഗെറ്റ് ഇസ് എന്താ കിട്ടുക? ഇനി എഫ് ഓഫ് എക്സ് അതാണ്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ എത്ര സിമ്പിളായിട്ട് കിട്ടി. ഇറ്റ് ഈസ് ax⁴ പ്ലസ് bx³ പ്ലസ് 2x². ഇനി എന്ത് ചെയ്താൽ മതി? f'1 0 f'2 0 എന്ന് 2 ഇക്വേഷൻസ് കിട്ടും. 2 അൺനോൺസ് എയും ബിയും സോൾവ് ചെയ്യാം. എയും ബിയും സോൾവ് ചെയ്താൽ ആൻസർ ഇസ് ദാറ്റ്. അപ്പോൾ നോക്കുക, വാട്ട് ഇസ് f'(x)? f'(x) എന്താ? ഇറ്റ് ഇസ് 4ax³ പ്ലസ് 3bx² പ്ലസ് 4x അല്ലേ? ഇതാണ് f'(x). 4ax³ പ്ലസ് 3bx² പ്ലസ് 4x. വാട്ട് ഇസ് f'1? f'1 0 ആണ്. അപ്പോൾ ഇവിടെ എക്സിന് പകരം 1 കൊടുക്കുക. ഇറ്റ് ഇസ് 4a പ്ലസ് 3b പ്ലസ് 4 = 0. ശരിയല്ലേ? ഇനി എക്സിന് പകരം 2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ 8 വരും. 4x 32. 32a പിന്നെ ഇവിടെ 2 കൊടുത്താൽ 4 പ്ലസ് 12b പ്ലസ് 8 = 0. 8 പോവും അല്ലേ? 4 പോവും. 4 പോകുമ്പം ഇത് സിംപ്ലിഫൈ ചെയ്തൂടെ? യു ക്യാൻ സിംപ്ലിഫൈ ദിസ്. യു ക്യാൻ സിംപ്ലിഫൈ ദിസ് ആസ് 8a പ്ലസ് 3b പ്ലസ് 2 = 0. ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ എയും ബിയും കിട്ടും അല്ലേ? സബ്ട്രാക്ട് ചെയ്താൽ എ കിട്ടില്ലേ പെട്ടെന്ന്? 4a it is 4a minus 2 = 0. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി. എയുടെ വാല്യൂ എന്താ? 1/2. എയുടെ വാല്യൂ 1/2. ഏതെങ്കിലും ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 4 × 1/2 that is 2 പ്ലസ് 3b ആണ്. 3b പ്ലസ് 4 ആണ് 0. അപ്പോൾ 3b പറയുന്നത് -6 ആണ്. അപ്പം ബിയുടെ വാല്യൂ -2 ആണ്. അപ്പോൾ എയും കിട്ടി ബിയും കിട്ടി. അപ്പോൾ വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എക്ക് പകരം 1/2 എഴുതണം, ബിക്ക് പകരം -2 എഴുതണം. അപ്പോൾ അതാണ് എഫ് ഓഫ് എക്സ്. യു ഗോട്ട് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ്. എന്താ ചോദ്യം? വാട്ട് ഈസ് എഫ് ഓഫ് 2? അപ്പോൾ എക്സിന് പകരം 2 കൊടുത്താൽ മതി. ഇറ്റ് ഇസ് ½ × 2³ 2⁴ 16 minus 2 × 2³ 8 plus 2 × 2² 4. ശരിയല്ലേ? ഇപ്പോൾ 4 2 is 8. ഇവിടെ 8 വരും.
8 8 16 16 0. അപ്പോൾ f of 2ൻ്റെ വാല്യൂ 0. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഡി ഈസ് ആൻസർ. ഓക്കെ, കം ടു ക്വസ്റ്റ്യൻ നമ്പർ 54. 54 പറയുന്നത് എ ഫ്ലവർ ബെഡ് is the shape of a circular sector. ആണ് circular sector. Circular sector. Circle അല്ല, sector. Part of a circle-നെയാണ് നമ്മൾ sector എന്ന് പറയുക. Of radius r and central angle theta. അപ്പോൾ ഇതാണ് central angle theta. നടുക്ക് സബ്റ്റൻഡന്റ് ആംഗിളാണ് theta. RS. If the area is fixed. അപ്പോൾ ഈ സെക്ടറിൻ്റെ ഏരിയ ഫിക്സ്ഡ് ആണ്. അപ്പോൾ A is fixed. You know area of the sector. A fixed ആണ്. A fixed ആണെങ്കിൽ what is area? Half into r square theta, where theta is measured in radians. But that is area. Area fixed ആണ്. ഇത് fixed ആണ്. മാറുന്നില്ല, കോൺസ്റ്റൻ്റ് ആണ്. If the area is fixed. പെരിമീറ്റർ മിനിമം ആവണമെങ്കിൽ തീറ്റ എന്താവണം? പെരിമീറ്റർ മിനിമം ആണ്. What is the perimeter? പെരിമീറ്റർ പറഞ്ഞാൽ ഈ ലെങ്ത്തും ചുറ്റളവാണ്. അപ്പോൾ ഈ ലെങ്ത്തും കൂടി കൂട്ടിയതാണ് പെരിമീറ്റർ. അപ്പോൾ ഏരിയ ഫിക്സ്ഡ് ആണെങ്കിൽ ഏരിയ ഫിക്സ്ഡ് ആണെങ്കിൽ പെരിമീറ്റർ മിനിമം ആവണമെങ്കിൽ തീറ്റ എന്താവണം? ഇതാ ചോദ്യം. വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് തീറ്റ ഫോർ വിച്ച് പെരിമീറ്റർ ഇസ് മിനിമം ഇഫ് ദ ഏരിയ ഇസ് ഫിക്സ്ഡ്? അപ്പോൾ പെരിമീറ്ററിൻ്റെ വാല്യൂ എന്താ? ഒന്ന് പറയൂ. പെരിമീറ്ററിൻ്റെ വാല്യൂ എന്താ? r പ്ലസ് r, ദറ്റ് ഇസ് 2r പ്ലസ് ഈ ലെങ്ത്ത്. നിങ്ങൾക്കറിയാം ഇത് ആറും ഇത് തീറ്റയും ആണെങ്കിൽ ഇത് r തീറ്റ ആയിരിക്കും. S ഈക്വൽസ് r തീറ്റ അല്ലേ? ആർക്ക് ലെങ്ത് അതായിരിക്കും പ്ലസ് r തീറ്റ. അപ്പോൾ നമുക്ക് P ആണ് മിനിമൈസ് ചെയ്യേണ്ടത്. P ടു മിനിമൈസ്. ഇതാണ് നമ്മളെ ഒബ്ജക്റ്റീവ്. നമ്മളെ ഉദ്ദേശം ഇതാണ്. P മിനിമൈസ് ചെയ്യുമ്പം മിനിമം ആകുമ്പോൾ തീറ്റയുടെ വാല്യൂ എന്താണ്? ഇതാണ് ചോദ്യം. അപ്പം എന്താ ചെയ്യേണ്ടത്? ഇവിടെ Pയിൽ 2 വേരിയബിൾസ് ഉണ്ട്. ഏതൊക്കെയാണ് 2 വേരിയബിൾസ്? ആറും തീറ്റയും. അപ്പോൾ അതിൽ ഒരു വേരിയബിളാക്കി മാറ്റണം യൂസിങ് ദ കണ്ടീഷൻ ദാറ്റ് എ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പം ഒന്നുകിൽ തീറ്റേനെ മാറ്റാം അല്ലെങ്കിൽ ആറിനെ മാറ്റാം. ഏറ്റവും നല്ലത് എന്താ? തീറ്റേനെ മാറ്റുന്നതല്ല. വാട്ട് ഇസ് തീറ്റ ഹിയർ? വാട്ട് ഇസ് തീറ്റ? 2a by r square അല്ലേ? തീറ്റയുടെ വാല്യൂ അതല്ലേ? തീറ്റയുടെ വാല്യൂ എന്താ? 2A by r square. അപ്പോൾ P is equal to 2r plus r into തീറ്റയ്ക്ക് പകരം എന്താ എഴുതുക? 2a by r square. ഒറ്റ ഫംഗ്ഷനാണ്, ഇതൊറ്റ ഫംഗ്ഷനാണ്. വേണമെങ്കിൽ ഈ ആറും വെട്ടിപ്പോവും. അപ്പോൾ പിയുടെ വാല്യൂ ഇതാണ്. പിയുടെ വാല്യൂ 2r പ്ലസ് 2a by r. ഇനി എന്താ ചെയ്യേണ്ടത്? P ഹാസ് ടു ബി മിനിമൈസ്ഡ്. P മിനിമൈസ് ചെയ്യണമെങ്കിൽ dp by dr കാണുക, അത് 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് ആറിൻ്റെ വാല്യൂ കാണുക, ഡബിൾ ഡെറിവേറ്റീവ് കാണുക, എക്സെട്ര. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയൊന്നും പോകണ്ട, ഇത് എൻട്രൻസ് എക്സാമിനേഷനാണ്. അപ്പം അത്രയൊന്നും പോകണ്ട, സ്പീഡിൽ ചെയ്താൽ മതി. 2 മൈനസ് 2a by r സ്ക്വയർ, ഇതാണ് da by dr അല്ലേ? അത് 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ആറിൻ്റെ വാല്യൂ എന്താ? ഇഫ് യു ഇക്വേറ്റ് ദ വാല്യൂ ഓഫ് r, വാട്ട് യു ഗെറ്റ്? ഇറ്റ് ഈസ് 2a by r സ്ക്വയർ ആണ് 2, ബട്ട് എയുടെ വാല്യൂ √r ആണ്. എയുടെ വാല്യൂ √r ആണ്. a is equal to √r. ശരിയല്ലേ? a equals r square അല്ല, a equals r square, sorry, a equals r square or r equals √a, sorry, a equals r square or r equals √a, sorry, a equals r √a ആണ്. അപ്പോൾ r √a ആകുമ്പോൾ നോക്കൂ, ഇത് ഡബിൾ ഡെറിവേറ്റീവ് എടുത്താൽ പോസിറ്റീവാണ് വരിക, പ്ലസ് ഓർ മൈനസ്, കാരണം a is പോസിറ്റീവ്. അപ്പോൾ r is also പോസിറ്റീവ്, ഒക്കെ നെഗറ്റീവ് ആകാൻ പാടില്ല. അപ്പം ഇതിന് ഡബിൾ ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ പ്ലസ്സാണ് വരിക, അപ്പം മിനിമം ആയിരിക്കും. കാരണം ഡബിൾ ഡെറിവേറ്റീവിൽ r ഈക്വൽസ് √a കൊടുത്താൽ ഡി സ്ക്വയർ p by dr സ്ക്വയർ പോസിറ്റീവ് ആയിരിക്കും. ഡി സ്ക്വയർ ഡബിൾ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയാൽ ആ പോയിന്റ് മിനിമമാണ്. അങ്ങോട്ടേക്കൊന്നും പോകണ്ട, നമുക്ക് r ഈക്വൽസ് √a ആണ് കഥ. √a ഇത് മിനിമം വിചാരിക്കാം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് തീറ്റ എന്ന ചോദ്യം. എങ്ങനെയാണ് തീറ്റ കാണുക? ദാ എക്ക് പകരം എന്ത് കൊടുക്കുക? തീറ്റയ്ക്ക് പകരം വാട്ട് ഇസ് തീറ്റ? തീറ്റ ഈക്വൽസ് 2a by r സ്ക്വയർ. വാട്ട് ഇസ് r സ്ക്വയർ? a is equal to 2 into a by what is r square? a. a വെട്ടിപ്പം തീറ്റ ഈക്വൽസ് 2. അപ്പോൾ തീറ്റ 2 റേഡിയൻസ് ആകുമ്പോഴാണ് അത് മിനിമം ആവുക. ദ പെരിമീറ്റർ ഇസ് മിനിമം ഇഫ് ഏരിയ ഈസ് ഫിക്സ്ഡ്. പെരിമീറ്റർ ഇസ് മിനിമം when theta is 2 radians. The answer is box. Come to question number 55. 55 നോക്കാം. f of x ഇങ്ങനൊരു ഫംഗ്ഷനാണ്.
എത്ര മാക്സിമം ഉണ്ട് എത്ര മിനിമം ഉണ്ട് ചോയ്സ് നോക്കാം. ഹൗ മെനി മാക്സിമം ഹൗ മെനി മിനിമം ഇതാണ് ചോദ്യം. ഇത് 0 to x square വന്നാൽ ഡെറിവേറ്റീവ് കാണണമെങ്കിൽ നിങ്ങൾക്കറിയാം ലെബനിസ് തിയറമാണ് ഉപയോഗിക്കേണ്ടത്. ഐ തിങ്ക് വി ഹാവ് ലേൺ ലെബനിസ് തിയറം അല്ലേ? അപ്പോൾ ലെബനിസ് തിയറം കാണാം. വാട്ട് ഇസ് ലെബനിസ് തിയറം? എഫ് ഡാഷ് എക്സ് കാണാം. വാട്ട് ഇസ് എഫ് ഡാഷ് എക്സ്? ഈ എക്സ് സ്ക്വയർ ഇതിൽ കൊടുക്കാം, പിന്നെ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പുറത്ത് എഴുതുക, പിന്നെ 0 കൊടുക്കുക, 0ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ അത് ഉണ്ടാവില്ല. ഈ താഴത്തെ ലിമിറ്റ് കൊടുക്കുമ്പോഴുള്ള എഫക്റ്റ് ഉണ്ടാവില്ല, കാരണം 0ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. 0 കൊടുത്താൽ 4 വരും, ബാക്കി ഇവിടെയൊക്കെ ബാക്കി വരും. പക്ഷേ 0ൻ്റെ ഡെറിവേറ്റീവ് കൂടി എഴുതണം പുറത്ത്, അതുകൊണ്ട് 0 ആയിരിക്കും. അപ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ? എക്സ് സ്ക്വയർ കൊടുത്താൽ എക്സ് സ്ക്വയർ സ്ക്വയർ, ടിക്ക് പകരം എക്സ് സ്ക്വയർ ആവുള്ളൂ. അപ്പോൾ ടിക്ക് പകരം എക്സ് സ്ക്വയർ, അപ്പോൾ എക്സ് സ്ക്വയർ സ്ക്വയർ മൈനസ് 5x സ്ക്വയർ പ്ലസ് 4 ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഇ റേസ് ടു എക്സ് സ്ക്വയർ. ടിക്ക് പകരം എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. ക്ലിയർ അല്ലേ അത്? റൈറ്റ്. ഇനി അത് സിംപ്ലിഫൈ ചെയ്യാം. യു സിംപ്ലിഫൈഡ്. ഇറ്റ് ഇസ് 2/2 പ്ലസ് ഇ പവർ എക്സ് സ്ക്വയർ. ഇത് എപ്പോഴും പോസിറ്റീവാണ്, അത് നോക്കണ്ട. ഇത് ഫാക്ടറൈസ് ചെയ്യാം. ഐ തിങ്ക് യു ക്യാൻ ഫാക്ടറൈസ് ദിസ്. 5ഉം 4ഉം പ്രോഡക്റ്റ് 4ഉം സമ്മ് -5 ആണ്. ഏതാ നമ്പേഴ്സ്? -4ഉം -1 അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? എക്സ് സ്ക്വയർ -4 ഇൻറ്റു എക്സ് സ്ക്വയർ -1 ഇങ്ങനെ എഴുതാലോ. അത് ഫാക്ടറൈസ് ചെയ്യാം നമുക്ക് ഒന്നുകൂടി. 2/2 പ്ലസ് ഇ പവർ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1. ദിസ് ഇസ് എഫ് ഡാഷ് എക്സ്. ഇങ്ങനെ വന്നാൽ ചെയ്യേണ്ട വിധം ഇതാണ്. യു ഡ്രോ ദ വേവ്. ഓർമ്മയുണ്ടോ? വേവ് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? റൈറ്റ്. ഞാൻ വേവ് വരയ്ക്കുന്ന നോക്കുള്ളൂ. ഇതാണ് എക്സ് ആക്സിസ്. ഡെറിവേറ്റീവ് 0 ആവുന്ന സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യുക. ഡെറിവേറ്റീവ് 0, അതായത് യു ആർ ട്രൈങ് ടു ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഡാഷ് എക്സ്. അപ്പോൾ ഇത് 0 ആവുന്ന സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യുക. ഉണ്ടോ? എക്സ് 0 ആവുമ്പം, 2 ആവുമ്പം, -2 ആവുമ്പം, 1 ആവുമ്പം, -1 ആവുമ്പം, 0 ആവുമ്പം, 1 ആവുമ്പം, 2 ആവുമ്പം, -1, -2. അപ്പോൾ 5 പോയിൻറ്റ്സിൽ അല്ലേ? 1 2 3 4 5 5 സ്ഥലത്ത് ഡെറിവേറ്റീവ് 0 ആവും. ഇതൊരിക്കലും 0 ആവില്ല. ഈ റേസ് ടു എക്സ് സ്ക്വയർ പോസിറ്റീവ് ആണ്, ഒരിക്കലും അത് 0 ആവില്ല. അപ്പോൾ അതുകൊണ്ട് ദർ ഇസ് നോ നീഡ് ടു കെയർ അബൌട്ട് ഇറ്റ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് വേവ് ഇങ്ങനെ വരയ്ക്കാം. വൈ ഐ ആം ഡ്രോയിങ് വേവ് ലൈക്ക് ദിസ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് വേവ് ഇങ്ങനെ വരയ്ക്കുന്നത്. എക്സ് 2നേക്കാൾ വലിയൊരു എക്സ് ആണ് എടുക്കുമ്പം ഈ 4 ബ്രാക്കറ്റ്സും പോസിറ്റീവാണ്. 4 അല്ല 5 എണ്ണം. 1 2 3 4 5 5 പോസിറ്റീവാണ്. അതുകൊണ്ട് ഈ സാധനം പോസിറ്റീവാണ്. ഇവിടെ ആകുമ്പോഴോ 1ൻ്റെയും 2ൻ്റെ ഇടയിലാകുമ്പോഴോ 2ൻ്റെ ഇപ്പുറത്താണ് 1ൻ്റെ അപ്പുറത്താണ്. അപ്പം 2ൻ്റെ ഇപ്പുറത്താകുമ്പം ഇത് മാത്രം, അതായത് x-2 മാത്രം നെഗറ്റീവാണ്. അപ്പം ബാക്കിയെല്ലാം പോസിറ്റീവാണ്. അപ്പോൾ 5 എണ്ണത്തിൽ ഒരാൾ മാത്രം നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവാണ്. അതുകൊണ്ടാണ് ഗ്രാഫ് താഴെ വരുന്നത്. ഇവിടെ എത്തുമ്പോഴോ 0ൻ്റെയും 1ൻ്റെ ഇടയിൽ, 0ൻ്റെയും 1ൻ്റെ ഇടയിൽ 1ൻ്റെ അപ്പുറത്ത്, അതായത് 1ൻ്റെ ഇപ്പുറത്ത് ഇത് നെഗറ്റീവാണ്. ഇത് നെഗറ്റീവാണ്. x-1 നെഗറ്റീവാണ്, x-2 നെഗറ്റീവാണ്. അപ്പോൾ 5 എണ്ണത്തിൽ 2 എണ്ണം, എക്സാക്ട്ലി 2 എണ്ണം നെഗറ്റീവാണ്. അതുകൊണ്ട് അത് പോസിറ്റീവാണ്. അതുകൊണ്ടാണ് മുകളിൽ വരുന്നത്. അതുകൊണ്ടാണ് ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ ഇങ്ങനെ വരുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഇപ്പോൾ ഉണ്ട് ഇവിടെ വരുമ്പോൾ x-2 ഇപ്പുറത്താണെങ്കിൽ എല്ലാവരും നെഗറ്റീവാണ്. എല്ലാവരും നെഗറ്റീവ്, 5 ആൾക്കാർ നെഗറ്റീവാണ്. അതുകൊണ്ടാണ് താഴെ വരുന്നത്. ഇതെന്താണ് ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത, ഈ വേവിൻ്റെ പ്രത്യേകത എന്താ നോക്കൂ. ഇവിടെ നെഗറ്റീവാണ്, ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്, ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്, ഇവിടെ പോസിറ്റീവാണ്. മനസ്സിലായോ? ഞാൻ ആ പോസിറ്റീവ് നെഗറ്റീവ് എഴുതിയത്. ഗ്രാഫ് താഴെയാണെങ്കിൽ നെഗറ്റീവ് ഉണ്ടോ, ഇവിടെ ഡെറിവേറ്റീവ് നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് എന്താ മനസ്സിലായത്? കണ്ടോ, -2ൻ്റെയും -1ൻ്റെ ഇടയിൽ ഡെറിവേറ്റീവ് പോസിറ്റീവാണ്, ഇൻക്രീസിങ് ആണ്. 0ൻ്റെയും 1ൻ്റെ ഇടയിൽ ഡെറിവേറ്റീവ് പോസിറ്റീവാണ്, ഇൻക്രീസിങ് ആണ്. 2 കഴിഞ്ഞാലും പോസിറ്റീവാണ്, ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവുന്ന എവിടെയാണ് ചോദിച്ചാൽ -2 -1 യൂണിയൻ 0 1 യൂണിയൻ 2 ഇൻഫിനിറ്റി.
ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആവുന്ന സ്ഥലം ഏതൊക്കെയാ വെച്ചാൽ -∞, -2, യൂണിയൻ, -1, 0, യൂണിയൻ 1, 2. മനസ്സിലായോ? അതല്ല ഇവിടെ ചോദിച്ചത്. ഇവിടെ ചോദിച്ചത് എന്താ വെച്ചാൽ കണ്ടോ, -2 എന്നുള്ള പോയിന്റിൽ നെയ്ബർഹുഡിൽ -2 എന്നുള്ള പോയിന്റിൽ ഡെറിവേറ്റീവ് 0 ആണ്. പക്ഷേ -2ൻ്റെ നെയ്ബർഹുഡിൽ ഡെറിവേറ്റീവ് ഇത് ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് ഇസ് ചേഞ്ചിങ് ഇറ്റ് സൈൻ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. നെഗറ്റീവ് ടു പോസിറ്റീവ് മാറുകയാണെങ്കിൽ അവിടെ മിനിമമാണ്. നെഗറ്റീവ് ടു പോസിറ്റീവ് ഇറങ്ങിക്കയറുകയാണ്. നെഗറ്റീവ് ഡെറിവേറ്റീവ് നെഗറ്റീവ് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിക്രീസിങ്, ഡെറിവേറ്റീവ് പോസിറ്റീവ് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇൻക്രീസിങ്. അപ്പോൾ ഇറങ്ങിക്കയറുകയാണ്. അപ്പോൾ ഇത് മിനിമമാണ്. ദിസ് ഇസ് മിനിമം, ദിസ് ഇസ് മാക്സിമം. കാരണം 1ൽ -1 മാക്സിമം ആണ്, 0ൽ മിനിമം, 1ൽ മാക്സിമം, ഇവിടെ മിനിമം. അപ്പോൾ വാട്ട് യു ക്യാൻ സേ ഇസ് it is minimum at -2, 0 and 2 and maximum at -1 and 1. But here the answer is 3 minimum and 2 maximum. 3 minimum and 2 maximum. C is the answer. Is it okay? Right. Now question number 56. The shortest distance between the curve y equals e raised to x and y equals log x. You must know to draw the graph of both the curves. രണ്ടിൻ്റെയും ഗ്രാഫ് വരയ്ക്കാൻ അറിയണം. y equals log x ഏകദേശം ഇങ്ങനെയാണ്. This is the graph of y equals log x. Log x to the base e. This is the graph of y equals log x. ഇനി y equals e power x. y equals e power x ൻ്റെ ഗ്രാഫ് ഈ ലോഗ് എക്സും ഇ പവർ എക്സും എപ്പോഴും ഇ റേസ്ഡ് ഇൻവേഴ്സ് ഫങ്ഷൻസ് ആണ്. അതുകൊണ്ട് ഇ റേസ്ഡ് എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ദ ഗ്രാഫ് വിൽ ബി മോർ ഓർ ലെസ് ലൈക്ക് ദിസ്. അപ്പോൾ y equals e raised to x, അപ്പോൾ this is y equals e raised to x. അപ്പോൾ ഈ രണ്ട് ഗ്രാഫ് വളരെ ശ്രദ്ധിക്കണം. എന്താ ഈ രണ്ട് ഫങ്ഷൻസും ഇൻവേഴ്സ് ആയതുകൊണ്ട് എന്താ പ്രത്യേകത? ഇറ്റ് വിൽ ബി സിമെട്രിക്. About the line y is equal to x. ഇത് y equal to x ആണ്. y equalsനോട് അത് റിഫ്ലക്ഷൻസ് ഓഫ് ഈച്ച് അതർ ആയിരിക്കും. ഇൻവേഴ്സ് ഫങ്ഷൻസ് ആർ ഓൾവേസ് റിഫ്ലക്ഷൻസ് ഓഫ് ഈച്ച് അതർ ഓൺ ദ ലൈൻ മിറർ y is equal to x. ഇതൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ലോഗ് എക്സിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഇ റേസ് ടു എക്സിൽ ആൻഡ് വൈസ് വേഴ്സ ഓൺ ദ ലൈൻ മിറർ y is equal to x. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ദാറ്റ് ഡിസ്റ്റൻസ്, ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഒരു ടാൻജൻറ്റ് വരച്ചാൽ, അതായത് രണ്ട് കേർവ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ? ഇതായിരിക്കും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ? ഞാൻ അവിടെ വരയ്ക്കുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, കാരണം ഇത് കുറച്ചും കൂടി നീളം കൂടുതലല്ലേ. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വിൽ ബി ദാറ്റ് ഡിസ്റ്റൻസ് വിച്ച് ഇസ് ഷോർട്ടസ്റ്റ്. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇവിടെ വരയ്ക്കുന്ന ടാൻജൻറ്റ് ഇങ്ങനെ ഒരു വര വരച്ചാൽ, ഞാൻ ഇവിടെ ഒരു ടാൻജൻറ്റും ഇവിടെ ഒരു ടാൻജൻറ്റും വരച്ചാൽ ഈ രണ്ട് ടാൻജൻറ്റിനും ഇത് നോർമലായിരിക്കും. യു മസ്റ്റ് ഹാവ് എ കോമൺ നോർമൽ ഓർ ദിസ് ടാൻജൻറ്റ് ആൻഡ് ദിസ് ടാൻജൻറ്റ് ഷുഡ് ബി പാരലൽ. ഈ രണ്ട് ടാൻജൻറ്റ് പാരലാണ്. മനസ്സിലുണ്ടോ? അപ്പോൾ ഇത് ലോഗ് എക്സും ഇത് ഇ റേസ് ടു എക്സും ആണെങ്കിൽ ഇതിനിടയിലല്ലേ y is equal to x ഉള്ളത്? ഇതല്ലേ y is equal to x ഉള്ളത്? ദിസ് ഇസ് y equal to x. അപ്പോൾ y is equal to x. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ y ഇവിടെ ഈ ടാൻജൻറ്റിൻ്റെ ഈ ടാൻജൻറ്റും y equal to എക്സും പാരലായിരിക്കും. അതായത് ഈ വരയും പാരലായിരിക്കും. യുനോ പാരലൽ ലൈൻസിന് എന്താണ് എപ്പോഴും ഈക്വൽ സ്ലോപ്സ് ഉണ്ടാവുക. പാരലൽ ലൈൻസ് ഹാവ് ഈക്വൽ സ്ലോപ്സ്. അപ്പം ഈ കർവിൻ്റെ പേര് ലോഗ് എക്സ് ആണ്. അപ്പം ഞാൻ ലോഗ് എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്? 1/x. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1/x ആണ്. വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്? സേ x1 y1 എന്നുള്ള പോയിന്റ് ആണെങ്കിൽ വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് അറ്റ് x1 y1? It will be 1/x1 അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് എറ്റ് എനി പോയിന്റ് ഒരു പ്രത്യേക പോയിന്റ് എടുക്കുകയാണെങ്കിൽ 1/x1. അപ്പോൾ ഇവിടെ എവിടെ ഒരു പോയിന്റ് x1 y1 എടുക്കുകയാണെങ്കിൽ അവിടെ ടാൻജൻറ്റ് വരച്ചിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് വിൽ ബി 1/x1.
നോക്കൂ, നമ്മൾ ഇവിടെ ഒരു ടാൻജൻറ്റ് വരച്ചു, ഇവിടെ ഒരു ടാൻജൻറ്റ് വരച്ചു. ആ ടാൻജൻറ്റും ഇതും പാരലാവണം. അപ്പോൾ ഈ പോയിൻ്റ് x1 y1 ആണെങ്കിൽ, ഈ പോയിൻ്റ് x1 y1 ആണെങ്കിൽ ഈ ടാൻജൻറ്റ് സ്ലോപ്പാണ് 1/x1. അപ്പോൾ ഈ ലൈനും പാരലായതുകൊണ്ട് ഇതിൻ്റെ സ്ലോപ്പും സെയിം ആവണം. ഇതിൻ്റെ സ്ലോപ്പ് എന്താ? y സ്ലോപ്പ് 1 ആണ്. അപ്പോൾ 1 ആയിരിക്കണം ഇവിടെ വരയ്ക്കുന്ന ടാൻജൻറ്റ് സ്ലോപ്പ്. ഇവിടെ വരയ്ക്കുന്ന ടാൻജൻറ്റ് സ്ലോപ്പ് 1/x1 ആണ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടും? 1/x1 എന്താവണം? 1 ആവണം. മനസ്സിലായോ? അപ്പോൾ x1ൻ്റെ വാല്യൂ 1 ആവണം. അപ്പോൾ x1ൻ്റെ വാല്യൂ 1 കൊടുത്താൽ വാട്ട്സ് ദ വാല്യൂ ഓഫ് y? y is 0. അപ്പോൾ വാട്ട്സ് ദ പോയിൻറ്റ്? x 1 ആവണം, y 0 ആവണം. അപ്പോൾ ആക്ച്വലി ഇതല്ല നമ്മുടെ ടാൻജൻറ്റ്. ഇവിടെ ടാൻജൻറ്റ് വിൽ ബി ലൈക്ക് ദിസ്. വരയ്ക്കുമ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട്. ഏകദേശം ടാൻജൻറ്റ് ഇവിടെയാണ്. ദിസ് ഇസ് 1 0. ദിസ് ഇസ് ദ ടാൻജൻറ്റ് 1 0. ഇസ് ക്ലിയർ? അതായത് ആ ടാൻജൻറ്റ് ഇതിനോട് പാരലാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 1 0 എന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം എടുക്കാം. യു ടേക്ക് ദ ഡിസ്റ്റൻസ് ഫ്രം 1 0 ടു ദിസ് ലൈൻ. അതിനേക്കുള്ള ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം 1 0 എന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം കാണുക. വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം 1 0 ടു ദാറ്റ് ലൈൻ? വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ? ax1 plus by1 plus c by root of a square plus b square. അപ്പം 1 0 എന്നുള്ള പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ദൂരം കാണും. x minus y equal to 0. 1 0 എന്നുള്ള ദൂരം. What is that? 1 minus 0 divided by root 2 is equal to 1 by root 2. അപ്പോൾ ഈ ലെങ്ത് 1 by root 2 ആണ്. അതേ ലെങ്ത്തിലേ ഇങ്ങോട്ടും ഉണ്ടാവുക. അപ്പോൾ ഇതും 1 by root 2, ഇതും 1 by root 2. What is the distance between these two curves? 1 by root 2 plus 1 by root 2 is equal to 2 by root 2. But distance will be root 2. The answer is C.